ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. ഇംഗ്ലീഷ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെറ്റർ റൈറ്റിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ലെറ്റേഴ്സ് 2 ടൈപ്സ് ഉണ്ട്, ഫോമൽ ലെറ്റർ, ഇൻഫോമൽ ലെറ്റർ. ആദ്യം നമുക്ക് ഫോമൽ ലെറ്ററിൻ്റെ ഫോം നോക്കാം. ഫോമൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം സെൻഡേഴ്സ് അഡ്രസ്സ് എഴുതണം. ആരാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം റെസിപ്പിയൻ്റെ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം ഡേറ്റ്, സബ്ജക്റ്റ് എന്തിനാണോ നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് അത് എഴുതുക. പിന്നെ സല്യൂട്ടേഷൻ, ഡിയർ സർ ഓർ മാഡം. ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്ററിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ, സബ്ജക്റ്റ് മാറ്റർ, റിക്വസ്റ്റ് ആൻഡ് താങ്ക്സ് എക്സ്പ്രഷൻ. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തിനാണ് ഈ കത്ത് എഴുതുന്നതെന്ന് പറയാം. അതിനുശേഷം അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് കൊടുക്കാം, സെക്കൻഡ് പാരഗ്രാഫ് ആയിട്ട് കൊടുക്കാം. അതിനുശേഷം റിക്വസ്റ്റ് ആൻഡ് താങ്ക് എക്സ്പ്രഷൻ. അവർ ഇത് പരിഗണിക്കണം എന്ന് അപേക്ഷിച്ചിട്ട് നമുക്ക് അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ലാസ്റ്റ് കൺക്ലൂഡിങ് പാരഗ്രാഫ് കൂടി കൊടുക്കാം. അതിനുശേഷം യുവേഴ്സ് സിൻസിയർലി ഓർ ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതുക. പിന്നെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം അയക്കുന്ന ആളുടെ പേര് എഴുതുക, സെൻഡേഴ്സ് നെയിം. ഇതാണ് ഫോമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ്. ഇനി നമുക്കൊരു സാമ്പിൾ ലെറ്റർ നോക്കാം. റൈറ്റ് എ ലെറ്റർ ടു ദി എഡിറ്റർ ഓഫ് എ ലീഡിംഗ് ഡെയിലി അബൌട്ട് ദ അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ആഡ്സ് ഓൺ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. കൗമാരക്കാരെയും കുട്ടികളെയും പരസ്യങ്ങൾ മോശമായി സ്വാധീനിക്കുന്നതിനെതിരെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരു പത്രത്തിൻ്റെ എഡിറ്റർക്ക് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. ആദ്യം നമ്മൾ സെൻഡേഴ്സ് അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഡേറ്റ് ഇട്ടിരിക്കുന്നു. അതിനുശേഷം ദ എഡിറ്റർ, ദ ഡെയിലി ന്യൂസ്, എഡിറ്ററുടെ അഡ്രസ്സ്. അതിനുശേഷം സബ്ജക്റ്റ് എഴുതി കൊടുക്കാം. റിക്വസ്റ്റ് ഫോർ ദ പബ്ലിക്കേഷൻ ഓഫ് ആൻ ആർട്ടിക്കിൾ ബേസ്ഡ് ഓൺ ദി അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ആഡ്സ് ഓൺ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. കുട്ടികളുടെയും കൗമാരക്കാരുടെയും മേൽ പരസ്യങ്ങൾക്കുള്ള മോശമായ സ്വാധീനത്തെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാനുള്ള റിക്വസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ബോഡി ഓഫ് ദ ലെറ്ററാണ്. സല്യൂട്ടേഷന് ശേഷം എഴുതി തുടങ്ങാം. Sir, I write this letter to invite your attention on the adverse effects of ads on children and adolescents. ഇൻട്രൊഡക്ഷനായിട്ട് ചെറിയൊരു പാരഗ്രാഫ് കൊടുക്കാം. അതിനുശേഷം സബ്ജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കുറച്ച് വലിയൊരു പാരഗ്രാഫ് എഴുതാം. Nowadays, children and adolescents are highly influenced by ads on various media, including social media. Ads decides their food habits, dress, etc. Youngsters highly influence their parents' buying choices. Some ads using pretty models adversely affect their self-esteem and confidence. ചെറിയൊരു പാരഗ്രാഫായിട്ട് ആ സബ്ജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം കൺക്ലൂഡിംഗ് പാരഗ്രാഫ് കൊടുക്കാം. ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു പബ്ലിഷ് ആൻ ആർട്ടിക്കിൾ ബേസ്ഡ് ഓൺ ദ എബോവ് മെൻഷൻഡ് പ്രോബ്ലം. മുകളിൽ പറഞ്ഞ പ്രോബ്ലത്തിനെ അടിസ്ഥാനമാക്കി താങ്കളൊരു ലേഖനം പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. താങ്കിങ് യു. അതിനുശേഷം യുവേഴ്സ് സിൻസിയർലി, സിഗ്നേച്ചർ, സെൻഡറുടെ പേര്. ഇതാണ് ഫോമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. നമുക്ക് എഴുതാനുള്ള സബ്ജക്റ്റ് വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് വിശദമായി തന്നെ പറയുക. ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല ഫോമൽ ലെറ്റർ. ഫോമൽ ലെറ്ററിനെ ഒഫീഷ്യൽ ലെറ്റർ എന്നും പറയാറുണ്ട്. ഓഫീസ് ആവശ്യങ്ങൾക്കാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് ഇൻഫോമൽ ലെറ്റർ അഥവാ ഫ്രണ്ട്ലി ലെറ്റർ നോക്കാം. അതിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയാണ്. മുകളിലായിട്ട് സെൻഡേഴ്സ് അഡ്രസ്സ് അഥവാ അയക്കുന്ന ആളുടെ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം ഡേറ്റ്, പിന്നെ സല്യൂട്ടേഷനിൽ ഡിയർന്നോ മൈ ഡിയർന്നോ ഒക്കെ എഴുതാം. പിന്നെ ബോഡി ഓഫ് ദ ലെറ്റർ കുറച്ച് ലെങ്തി ആവാം, കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാണ്ടാവും. ഫാമിലിയുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെ ഒരുപാട് കണ്ടൻസ് എഴുതാൻ പറ്റുന്ന ലെറ്ററാണ് ഫ്രണ്ട്ലി ലെറ്റർ. അതിനുശേഷം യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്ത് എഴുതുന്ന ആളുടെ പേര് എഴുതുക. സാമ്പിൾ ലെറ്റർ നോക്കാം. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് കൺഗ്രാറ്റുലേറ്റിംഗ് ഹിം ഓൺ ബീയിങ് സെലക്റ്റഡ് ഫോർ ദ സ്റ്റേറ്റ് അണ്ടർ-17 ഫുട്ബോൾ ടീം. നിങ്ങളുടെ ഒരു സുഹൃത്തിന് സംസ്ഥാന അണ്ടർ-17 ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് അവനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതുക. ആദ്യമേ നമ്മൾ സെൻഡേഴ്സ് അഡ്രസ്സ് എഴുതുന്നു. അതിനുശേഷം ഡേറ്റ്, പിന്നെ സല്യൂട്ടേഷൻ, അതിനുശേഷം ബോഡി ഓഫ് ദ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിക്കണം. ഹൗ ആർ തിങ്സ് വിത്ത് യു, ഐ എം ഡൂയിങ് വെൽ ഹിയർ, വാട്ട് അബൌട്ട് യുവർ സ്റ്റഡീസ്, ഇതുപോലുള്ള എക്സാമ്പിൾസ് നമുക്ക് എഴുതി കൊടുക്കാം. അതിനുശേഷം ബോഡി ഓഫ് ദ ലെറ്ററാണ്. കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് തന്നെ എഴുതുക. അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്ന വലിയൊരു ലെറ്റർ തന്നെ എഴുതുക. ഇവിടെ സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ ചെറിയൊരു ലെറ്ററാണ്. കൂട്ടുകാരെ എഴുതുമ്പോൾ കൂടുതൽ എഴുതാം. ഇവിടെ എഴുതി നമുക്കൊന്ന് വായിക്കാം. I heard the happiest news from one of your friends saying that you are selected for the under-17 football team of our state. നമ്മുടെ സംസ്ഥാനത്തെ അണ്ടർ-17 ഫുട്ബോൾ ടീമിലേക്ക് നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത ഞാൻ നിൻ്റെ സുഹൃത്തിൽ നിന്ന് അറിഞ്ഞു. I was thrilled and eagerly waiting for you playing in state team. ഞാൻ വളരെയധികം ത്രിൽഡായി. അതുമാത്രമല്ല, ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നിൻ്റെ സ്റ്റേറ്റ് ടീമിലുള്ള നിൻ്റെ കളി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഡിയർ, ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. ബോഡി ഓഫ് ദ ലെറ്റർ എഴുതിയതിനു ശേഷം നമുക്ക് കൺക്ലൂഡിംഗ് സെൻറ്റൻസ് എഴുതാം. കൈൻഡ്ലി എക്സ്റ്റെൻഡ് മൈ ഹാർട്ട് ഫെൽറ്റ് ഗ്രീറ്റിംഗ്സ് ടു യുവർ ഫാമിലി.
നിൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. അവസാനമായി അഫെക്ഷനേറ്റ്ലി യുവേഴ്സ് എന്നോ അല്ലെങ്കിൽ യുവേഴ്സ് ലവിംഗ്ലി എന്നോ എഴുതിയതിന് ശേഷം സൈൻ ചെയ്യുക. എഴുതിയ ആളുടെ പേര് എഴുതുക. ഇതാണ് ഇൻഫോർമൽ ലെറ്റർ അഥവാ ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ ഫോം. ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ച് മാത്രമുള്ള ചെറിയ വീഡിയോ ആയിരുന്നു ഇത്. കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.